ജയാറിന്റെ കാര്യമാണ് എനിക്ക് അനന്തനോട് സംസാരിക്കാനുള്ളത്. ഇത് ഒരു പഴയ പകയോ പ്രതികാരമായിട്ടൊന്നും കാണണ്ട. ഇവിടെ ജയിൽവാസം അനുഭവിച്ച് പുറത്തിറങ്ങിയ ജീവൻ 5-6 മാസം മാത്രം ഇവിടെ ഉണ്ടായിരുന്നത്. തിരിച്ചു വന്നത് JR എന്ന കോർപ്പറേറ്റ് ആയിട്ട്. ഇതിനിടയിൽ ഇത്രയും വലിയൊരു സാമ്പത്തിക സ്രോതസ് അയാൾക്ക് എവിടെ നിന്നുണ്ടായി? അല്ല, അതൊരു തെറ്റില്ലാത്ത ചോദ്യമാണ്. ആ ചോദ്യം ഞാനിപ്പോ ചോദിച്ചാ കേട്ട് നിൽക്കുന്നവന്റെ പിടച്ചിലായിട്ട് തോന്നുന്നു. പകരം ചോദിക്കാൻ അറിയുന്നവൻ ചോദിക്കണം. അനന്തന് എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? ഈ കൃഷിക്കാരനും കൃഷിയൊക്കെ ചത്തുപോയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. എനിക്കിപ്പോ അതൊരു നൊസ്റ്റാൾജിയ. എന്റെ അച്ഛനും ആ വർഗത്തിൽപ്പെട്ട ആളായിരുന്നു. നമുക്കിപ്പോ JRനൊന്ന് പൊളിച്ചടക്കണം, അങ്ങനല്ലേ? ആദ്യം ഞാനൊന്ന് തുടങ്ങി വെക്കാം. അതാണ് എന്റെ രീതി. നമ്മളൊന്ന് തുടങ്ങി വെക്കുമ്പോഴറിയാം ശത്രുക്കൾ നമ്മുടെ പിന്നാലെ ഉണ്ടോ ഇല്ലയോ എന്ന്. പിന്നാലെ വരുന്നോണ്ടല്ല, വരുമ്പോഴാ എന്റെ ശക്തി ഇരട്ടിക്കുക. പിന്നെ ഞാൻ തുനിഞ്ഞങ്ങ് ഇറങ്ങും. JRന്റെ അസ്ഥിവാരം കണ്ടെത്തുന്നവരെ അന്വേഷണ പരമ്പരയായിട്ട് ഞാനങ്ങ് മുന്നോട്ട് പോകും. ഇവിടെ പ്രമാദമായ പല കേസുകളിലും എന്റെ കണ്ടെത്തലുകൾ തെളിവായിട്ട് പോലീസുകാർ വരെ സ്വീകരിച്ചിട്ടുണ്ട്. എന്റെ ഫോളോവേഴ്സിന്റെ അടുത്ത് നോക്കിയാലേ തനിക്കത് അറിയാൻ പറ്റും. അതിൽ ഉദ്യോഗസ്ഥരുണ്ട്, രാഷ്ട്രീയക്കാരും ഉണ്ട്. അതും നല്ല കൂടിയ തരത്തിലുള്ളത്. കാര്യങ്ങൾ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ മുമ്പിലെത്തിക്കാനേ വലിയ ബുദ്ധിമുട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അല്ല, ഞാനതിന് എന്തെങ്കിലും... താൻ ഇനിയിപ്പോൾ ആ മാറ്ററങ്ങ് വിട്ടേക്ക്. ഞാനത് ടേക്ക് ഓവർ ചെയ്തോളാം. പിന്നെ എൻ്റെ പ്രതിഫലത്തിൻ്റെ കാര്യമാണ് ഉദ്ദേശിച്ചെങ്കിൽ സഹായിക്കണ്ട. അല്ലാതെ തന്നെ ജീവിച്ചു പോകാനുള്ള മാർഗം എനിക്കുണ്ട്. താങ്ക്സ്. എടോ, തോറ്റുപോയവൻ്റെയും വീണുപോയവൻ്റെ ഒക്കെ കൂടെ നിൽക്കുക എന്നുള്ളത് ഒരു സുഖമുള്ള കാര്യമാണ്. നമ്മൾ വിപ്ലവം വെറുതെ പറഞ്ഞാൽ പോരാ, നമ്മുടെ പ്രവൃത്തിയിൽ അത് കാണിക്കണം. തന്നെയും തൻ്റെ കൂടെയുള്ളവരെയും ഒക്കെ ചവിട്ടി താഴ്ത്തിയ JRനെ അവള് വെറുതെ പറയുന്നതാ മോളെ. ആ വീട് വിറ്റ് അവളുടെ പ്രശ്നങ്ങൾ തീർക്കാത്തത് കൊണ്ട് പറയുന്നതാ. അച്ഛൻ അവിടെ ജോലിക്കൊന്നും പോവില്ല, അതെന്റെ വിശ്വാസം. എനിക്ക് വിശ്വാസം തോന്നുന്നില്ലമ്മേ. അച്ഛൻ തിരിച്ചു വന്നതിനു ശേഷം നമ്മൾ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും അച്ഛൻ നേരായൊരു മറുപടി പറഞ്ഞിട്ടില്ല. അച്ഛൻ JRന്റെ കൂടെ പോയത്, അച്ഛൻ ജോലിക്ക് പോയത് അമ്മയോടൊന്നും പറയാതെയല്ലേ? എന്നിട്ടും അമ്മ ഇങ്ങനെ... രഘുവേട്ടനെ ഞാൻ വിശ്വസിച്ചു തുടങ്ങിയതിൽ പിന്നെ വിശ്വാസം എന്നുള്ളൊരു വാക്കിന് എന്റെ മനസ്സിൽ അർത്ഥം ഉണ്ടായത്. ഞാൻ പലപ്പോഴും കളിയായിട്ട് രഘുവേട്ടനോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കുറെ കാലം എന്നെ പറ്റിക്കാൻ പറ്റും. കാരണം ചുറ്റുമുള്ള ആരും നിങ്ങൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. ഒടുവിൽ അങ്ങനെ എങ്ങനെ സംഭവിക്കുമോ മോളെ? മനുവിന്റെ വിഷയത്തിൽ നീ ഇടപെട്ടത് നന്നായി. ഒരുപാട് പോരായ്മകളിലൂടെയാണ് ജ്യോതിയെ അങ്ങോട്ട് വിവാഹം കഴിച്ചയച്ചത്. ഈ ഒരു കാര്യത്തിലൂടെ അത് മറികടന്നു എന്ന് പറയാം. ഞാനിതൊന്നും ആരെയും തോൽപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നല്ല അച്ഛാ. അവളെന്റെ പെങ്ങളല്ലേ. അവള് കരയുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായാൽ ഞാനിതൊക്കെ ചെയ്യേണ്ടതല്ലേ? യെസ്. അച്ഛാ, കുടുംബത്തോടെ കൂടെ നിൽക്കാനച്ച എൻ്റെ ആഗ്രഹം. പക്ഷെ മറ്റു പലരും അത് ആഗ്രഹിക്കുന്നില്ലല്ലോ. ഞാനത് ആഗ്രഹിക്കുന്നുണ്ട്. അത് നടത്തിയെടുക്കാൻ ഞാൻ ശ്രമിക്കുകയും ചെയ്യും. താങ്ക്സ് അച്ഛാ. പക്ഷെ അച്ഛൻ എൻ്റെ കൂടെ വന്നതും
ചെയ്യാറിന്റെ MD കസേരയിൽ ഇരുന്നതൊക്കെ അമ്മ പൊറുക്കില്ല അച്ഛാ. ഇല്ല, ഒരു സാധ്യതയില്ല. ഞാൻ കാരണോ അച്ഛൻ എന്ത് ചെയ്യോ അച്ഛാ? ഒരുപാട് ആലോചിച്ചുകൊണ്ടാ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അതിന്റെ വരും വരായികകൾ എന്തു ആയിക്കൊള്ളട്ടെ, ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. അച്ഛന്റെ ഈ മാറ്റം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ജീവിതം വെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചപ്പോ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. എല്ലാം എനിക്ക് തിരുത്തണം അച്ഛാ. എന്റെ മാറ്റം പെട്ടെന്നൊന്നും ആരും ഉൾക്കൊള്ളില്ല. അതിന്റെ ഫൈറ്റ് ഉണ്ടാവും. പക്ഷേ ഞാൻ പിടിച്ചു നിൽക്കും. ഒരു മകന്റെ വളർച്ച അച്ഛനമ്മമാർ നോക്കിക്കാണുന്നത് അവൻ എപ്പോഴാണ് ഞങ്ങൾക്കൊരു സഹായമായിട്ട് വരിക എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ മകൻ വളർന്നിരിക്കുന്നു. ഏത് വീഴ്ചയിൽ നിന്നും എന്നെ താങ്ങി എഴുന്നേൽപ്പിക്കാൻ പാകത്തിൽ അവൻ വളർന്നിരിക്കുന്നു. നേട്ടം അംഗീകരിച്ചല്ലേ പറ്റൂ. ഐ എം പ്രൗഡ് ഓഫ് യു. ഒരു കാര്യം മാത്രമേ ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നുള്ളൂ, സാവകാശം. ഞാൻ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോൾവ് ചെയ്യുന്നവരെ ബി സൈലന്റ്. എന്ത് വേണമെന്ന് അച്ഛൻ തീരുമാനിച്ചോളൂ.